ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാൻ തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുഗമിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനും കാരുണ്യപൂർവ്വം നൽകിയ ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും. നല്ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്നേഹനഗരിയവൻ, കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുമ്പിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവ്, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 6 മുതൽ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അലസതയിൽ നടക്കുകയും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാതെ ചരിക്കുകയും ചെയ്യുന്ന സഹോദരരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സഹോദരരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിൽ നിന്നും ഞങ്ങളപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. നിങ്ങളിലാർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുന്നതിന് ഞങ്ങളെ തന്നെ മാതൃകയായി നൽകാനാണിത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു ജോലിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ ഈശോയിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോദാൻ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. പ്രഭവിതറിയിടും ദീപം ജീവൻ തന്നെ ഈ സദ്വചനം പാരിൽ. വിധിയാളനെ ഈ വചനം സുതരാം വെളിവാക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 9 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ഈശോ 12 പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ആ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ പാദത്തിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച്
എല്ലായിടത്തും സദ്വാർത്ത അറിയിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, അസിസിലെ ഫ്രാൻസിസ് പുണ്യവാളന്റെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ പുണ്യവാൻ നൽകുന്ന നന്മയും സന്തോഷവും ഏറെ സ്നേഹപൂർവം ആശംസിക്കുകയാണ്. ക്രിസ്തുവിനെ പൂർണ്ണമായും സ്നേഹിക്കാൻ വേണ്ടി ദാരിദ്ര്യത്തെ ഒരു മണവാട്ടിയായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം അതതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ ഒരു തനി പകർപ്പ് തന്നെ ആയി മാറിയ ഒരു മഹാത്മാവിന്റെ സുഹൃതങ്ങളുടെ ധന്യതയിലാണ് നാം ഈ ദിവസങ്ങളിൽ. ഫ്രാൻസിസിന്റെ വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതേതാനും ചില വാക്കുകളിലോ ഏതാനും ചില ഗ്രന്ഥങ്ങളിലോ മാത്രം ഉൾക്കൊള്ളിക്കാനായിട്ട് ആവില്ല. അതിലുമൊക്കെ അപ്പുറം അത് വളരെ വിശാലമായ, വളരെ ആഴമേറിയ ഒരു ആധ്യാത്മികത നിറഞ്ഞ ജീവിതമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസിന്റെ തിരുനാൾ നാം ആഘോഷിക്കാനായിട്ട് 10 ദിവസങ്ങൾ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഓരോ സ്വഭാവ സവിശേഷതകൾ, ഓരോ പുണ്യങ്ങളെയും കുറിച്ച് ധ്യാനിക്കുന്നത്. ഫ്രാൻസിസിന്റെ ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും പ്രകൃതി സ്നേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ എളിമ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ചും ക്രൂശിതനായി യേശുവിനോടുള്ള ഭക്തിയെക്കുറിച്ചും സമാധാനത്തിന്റെ അപ്പസ്തോലൻ എന്ന നിലയിലൊക്കെയും നമ്മൾ ധ്യാനിക്കുന്നു. ഇന്ന ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് ഫ്രാൻസിസിന്റെ പ്രേക്ഷിത ചൈതന്യം, ഫ്രാൻസിസിന്റെ ആ മിഷണറി സ്പിരിറ്റ് അതെത്രമാത്രം തീഷ്ണത നിറഞ്ഞതാണ്. ആ ഒരു വിഷയമാണ് ധ്യാനിക്കാനായിട്ട് ഇന്ന ദിവസം നാം മാറ്റിവെച്ചിരിക്കുന്നത്. ക്രൈസ്തവ ലോകം കണ്ട ഏറ്റവും ശക്തനായ ഒരു മിഷണറി എന്ന് ഫ്രാൻസിസിനെ നമുക്ക് വിശേഷിപ്പിക്കാനാവും. കാരണം ഏതു ഭരണാധികാരിയുടെയും വസതിയിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം അവൻ്റെതായ എളിയ വാക്കുകളിലൂടെ പങ്കുവെക്കാനായിട്ട് യാതൊരു മടിയും ഫ്രാൻസിസിന് ഇല്ലായിരുന്നു. ധൈര്യപൂർവം അവിടേക്ക് കടന്നു ചെല്ലും. മാർപ്പാപ്പയുടെയും രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും അരമനകളിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് ധൈര്യപൂർവം പങ്കുവയ്ക്കുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചു. ഒരിക്കല് വളരെ ക്ലേശകരമായ യാത്ര ചെയ്ത് അസീസിയിൽ നിന്ന് കടൽ കടന്ന് ഈജിപ്തിൽ ചെന്ന് അവിടുത്തെ ഭരണാധികാരി സുൽത്താന്റെ മുമ്പിൽ, ആ സുൽത്താന്റെ അരമനയിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം സധൈര്യം അവനുമായിട്ട്, ആ സുൽത്താനുമായിട്ട് പങ്കുവെച്ചു ഫ്രാൻസിസിന്റെ വചനം കേട്ടിട്ട് സുൽത്താൻ പറയുക, ബ്രദർ ഫ്രാൻസിസ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ആ വിശ്വാസം ഏറ്റുപറയുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ടുള്ള സമയമായിട്ടില്ല എന്നും, അതിപ്പോൾ പ്രഖ്യാപിച്ചാൽ ഞാനും നിങ്ങളും നിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ സഹോദരന്മാരും ഒരുപക്ഷെ വധിക്കപ്പെട്ടേക്കാം. എന്നാൽ വളരെ ഹൃദ്യമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഫ്രാൻസിസിന് അവിടെ നിന്ന് ലഭിച്ചത്. വളരെ സ്നേഹനിർഭരമായ ഒരു യാത്രയയപ്പ് നൽകിയാണ് ആ ഭരണാധികാരി സുൽത്താൻ ഫ്രാൻസിസിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ഫ്രാൻസിസും കൂട്ടരും അസീസിലേക്ക് മടങ്ങി വരുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് 2 ഫ്രാൻസിസ്കൻ സഹോദരന്മാർക്ക് ഫ്രാൻസിസിൽ നിന്ന് ലഭിച്ച സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ഇവർ ഈജിപ്തിലേക്ക് ആ സുൽത്താനെ കാണാനായിട്ട് കടന്നു വരുന്നു. ഈ 2 സഹോദരന്മാരിൽ നിന്ന് ആ സുൽത്താന് മനസ്സാന്തരമുണ്ടാവുകയും ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ഇവരിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഫ്രാൻസിസ് ആരംഭിച്ച ആ സുവിശേഷ പ്രഘോഷണം അത് ഉടനെ ഫലം കണ്ടില്ല എങ്കിലും പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം ആ സുവിശേഷം ഫലം ചൂടി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സംഭവം ഫ്രാൻസിസിനും ശിഷ്യന്മാർക്കുമൊക്കെ നൽകിയ ആവേശം ഒട്ടും ചെറുതല്ല. വളരെ വലിയ ഒരു ആവേശവും ഉത്സാഹവും ക്രിസ്തുവിന്റെ മിഷണറിമാരായിട്ട് ലോകമെങ്ങും ഓടി നടക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്സാഹവും ആവേശവും ഈ സംഭവം ആ സഹോദരന്മാർക്ക് നൽകുകയാണ്. പിന്നീട് നാം കാണുന്നു,
ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല, ജർമ്മനി, ഫ്രാൻസ്, മൊറോക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ഫ്രാൻസിസ്കൻ സഹോദരന്മാർക്ക് സുവിശേഷം പങ്കുവെക്കാനായിട്ട് അവർ യാത്ര തിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇംഗ്ലീഷ് സാഹിത്യകാരനായ ഫ്രാൻസിസ് തോംസന്റെ മനോഹരമായ ഒരു കവിതയാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ നായാട്ടുനായ എന്നാണ് ഇതിന്റെ അർത്ഥം. ജീവിതത്തിന്റെ നാനാവിധമായ വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം എല്ലാം നഷ്ടപ്പെടുത്തി ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ദൈവസ്നേഹം അനുഭവിച്ചറിയുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ്. അതിലെ ഏതാനും വരികൾ ഇപ്രകാരമാണ്: I was always fleeing from God, but God, He was always seeking me. ഞാൻ എപ്പോഴും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു, ദൈവത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ദൈവം എന്നെ അന്വേഷിച്ചുകൊണ്ട് എന്നെ പിന്തുടരുകയായിരുന്നുവെന്ന്. നഗരത്തിന്റെ മിളച്ചതകളും തിന്മകളുമൊക്കെ മുഴുകി, മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ദൈവത്തെ മറന്നു ജീവിച്ചപ്പോഴും ദൈവം തന്നെ മറന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ഈ തോംസണ് ലഭിക്കുകയാണ്. ഒരു നായാട്ടു നായയെപ്പോലെ എപ്പോഴും തന്നെ പിന്തുടരുന്ന ഒരു ദൈവസ്നേഹം, അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് ഈ ഫ്രാൻസിസ് തോംസൺ തിരിച്ചറിയുകയാണ്. ആ ഒരു തിരിച്ചറിവാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കവിത. ഇതുപോലെ ഒരു തിരിച്ചറിവ് ലഭിച്ച വ്യക്തിയാണ് അസിസിയിലെ ഫ്രാൻസിസ്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോഴും, എത്രയൊക്കെ വഴിതെറ്റി ജീവിച്ചപ്പോഴും പൂർണ്ണമായും വഴിതെറ്റാതെ എപ്പോഴും താങ്ങി നടത്തുന്ന, നേർവഴി കാട്ടിക്കൊടുക്കുന്ന ഒരു അദൃശ്യകരം. ആ അദൃശ്യകരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആവുന്നത്ര ശ്രമിച്ചിട്ടും ആ കരവലയത്തിൽ തന്നെ അവസാനം ചെന്നുപെടുന്ന, അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു ദിവ്യമായ അനുഭവം സ്വന്തമാക്കിയവനാണ് ഫ്രാൻസിസ്. അസിസി പട്ടണത്തിലെ തെരുവിലൂടെ കുതിരപ്പുറത്തു കയറി ഓടി നടന്ന് കൂട്ടുകാരുമൊത്ത് ആടിപ്പാടി ഉല്ലസിച്ച് പട്ടണത്തിലെ വിരുന്നുകളിലും ആർഭാടങ്ങളിലും പാട്ടുകച്ചേരികളിലും ഒക്കെ പങ്കെടുത്ത് സുഖമായി സന്തോഷമായി കഴിഞ്ഞു പോകുന്ന ഫ്രാൻസിസിനെ ക്രിസ്തു ഒന്ന് തൊടാനായിട്ട്, ക്രിസ്തു ഒന്ന് പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് സ്പൊലേറ്റോ താഴ്വരയിൽ വെച്ച് ഒരു കുഷ്ഠരോഗിയെ കണ്ട മാത്രയിൽ അറപ്പോടും വെറുപ്പോടും കൂടെ വഴിമാറിപ്പോകുന്ന ഫ്രാൻസിസിനെ ക്രിസ്തു അവന്റെ ഉള്ളിലുള്ള ആ നന്മ മനസ്സിനെ ഒന്ന് തൊട്ടുണർത്താനായിട്ട് ശ്രമിക്കുന്നു. ക്രിസ്തുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങിയ ഫ്രാൻസിസ് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു. പഴുത്തൊലിക്കുന്ന വ്രണങ്ങളുമായി നിൽക്കുന്ന ആ കുഷ്ഠരോഗിയെ അവനെ കെട്ടിപ്പിടിച്ചു വാരി പുണരുന്നു. ആ കുഷ്ഠരോഗി തിരിച്ചു ഫ്രാൻസിസിനും ഒരു മുത്തം കൊടുക്കുന്നു. ഈ ഒരു മുഹൂർത്തം ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. ഫ്രാൻസിസ് ആ നിമിഷം അവൻ അല്ലാതായി മാറി, അവൻ മറ്റൊരു ക്രിസ്തുവായി മാറി. ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങിയ അസീസിലെ തെരുവീതിയിലൂടെ. പൂർണ്ണമായും ആ നിമിഷത്തിന് മുമ്പ് വരെ ഫ്രാൻസിസ് എന്തായിരുന്നുവോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതുവരെ അവൻ ഈ ലോകത്തിന്റെ ഗീതങ്ങള്, ഈ ലോകത്തെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള സന്തോഷ ഗീതങ്ങൾ പാടി അസീസിലെ തെരുവീതിയിലൂടെ നടന്നുവെങ്കിൽ ഈ ഒരു കുഷ്ഠരോഗിയെ ക്രിസ്തുവായിട്ട് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവൻ ദൈവസ്നേഹത്തെക്കുറിച്ച് അസീസിലെ തെരുവീതിയിലൂടെ പാടി നടക്കാൻ തുടങ്ങി. അവൻ അനുരഞ്ജനത്തെക്കുറിച്ച്, ദൈവമായിട്ടുള്ള അനുരഞ്ജനത്തെക്കുറിച്ച്, മനുഷ്യരുമായിട്ടുള്ള അനുരഞ്ജനത്തെക്കുറിച്ച്, തങ്ങളോട് തന്നെയുള്ള അനുരഞ്ജനത്തെക്കുറിച്ച്, പ്രകൃതിയുമായിട്ടുള്ള അനുരഞ്ജനത്തെക്കുറിച്ചൊക്കെ പ്രഘോഷിക്കാനായിട്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഫ്രാൻസിസ് ശ്രമിക്കുകയാണ്. എല്ലാ മനുഷ്യരും സഹോദര്യത്തിൽ കഴിയുന്ന ഒരു ഒറ്റ കുടുംബം, പ്രകൃതിയുമായിട്ടും താളാത്മകമായ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് സുവിശേഷം ജീവിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊരു സമൂഹം, അതാണ് ഫ്രാൻസിസ് വിവാഹനം ചെയ്തതും ജീവിച്ചതും പ്രഘോഷിച്ചതും. പ്രകൃതിയെ മാതാവെന്നും സൂര്യനെ സഹോദര എന്നും ചന്ദ്രനെ സഹോദരി എന്നും വിളിച്ചുകൊണ്ട് എല്ലാ സൃഷ്ടവസ്തുക്കളും അവയുടെ തനിമയെ ഉദ്ഘോഷിച്ചുകൊണ്ട്, ആ തനിമയെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, എല്ലാ സൃഷ്ടവസ്തുക്കളും ദൈവമഹത്വം കണ്ടുകൊണ്ട് ആ ദൈവമഹത്വം പ്രഘോഷിച്ച ഫ്രാൻസിസിന്റെ സുവിശേഷം അത് അനേകരെ ആകർഷിച്ചു.
അനേകം പേര് ഫ്രാൻസിസിന്റെ ആ മിഷണറി മൂവ്മെന്റിലേക്ക് കടന്നു വന്നു. ഫ്രാൻസിസിന്റെ സഹോദരന്മാര് ഏതാനും പേര് മൊറോക്കോയിലേക്ക് മിഷൻ വേല ചെയ്യാൻ പോയി. അവിടെ ചെന്ന് അവർ രക്തസാക്ഷിത്വം വരിച്ചു. അതറിഞ്ഞ ഫ്രാൻസിസ് പറയുക, എനിക്കിപ്പോൾ 5 യഥാർത്ഥ മിഷണറിമാരെ ലഭിച്ചുവെന്ന്. ഫ്രാൻസിസിന്റെ ഈ ഒരു പ്രേക്ഷിത തീഷ്ണത, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സകലതും ഉച്ഛിഷ്ടമായി തള്ളുന്ന ഫ്രാൻസിസിന്റെ ആ പ്രേക്ഷിത ചൈതന്യം, അതാണ് ഫ്രാൻസിസിന്റെ ശിഷ്യന്മാരെ അന്നും ഇന്നും വിദൂര രാജ്യങ്ങളിലേക്കൊക്കെ പോയി എല്ലാം ഉപേക്ഷിച്ച്, സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ച് വിദൂര രാജ്യങ്ങളില് പ്രേക്ഷിത വേല ചെയ്യുന്ന അനേകായിരം ഫ്രാൻസിസ്കൻ മിഷണന്മാർക്ക് പ്രചോദനവും ആവേശവും നൽകുന്നത് ഫ്രാൻസിസിന്റെ ഈ ഒരു മിഷണറി ചൈതന്യം. ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കുക, ആ സ്നേഹത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്ന ആ ഒരു പ്രേക്ഷിത ചൈതന്യം. ഫ്രാൻസിസിന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ചില ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സാഹിത്യകാരനായ കസൻസ് സാക്കീസ് രചിച്ച ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: കർത്താവേ, പറുദീസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ അങ്ങ് മാലാഖ അയച്ച് ആ പറുദീസയുടെ വാതിലങ്ങ് അടയ്ക്കുക. ഞാൻ നരകത്തെ പേടിച്ചാണ് അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ആ നിത്യ അഗ്നിയിലേക്ക് അങ്ങ് എറിഞ്ഞുകൊള്ളുക. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ 2 കരങ്ങളും നീട്ടി എന്നെ സ്വീകരിക്കുക എന്ന്. പറുദീസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ അങ്ങയുടെ മാലാഖയെ അയച്ച് ആ പറുദീസയുടെ വാതിലങ്ങ് അടച്ചേക്കുക. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ആ നിത്യ അഗ്നിയിലേക്ക് എറിഞ്ഞുകൊള്ളുക. ഇനി അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ 2 കരങ്ങളും നീട്ടി എന്നെ അങ്ങ് സ്വീകരിക്കുക. ഫ്രാൻസിസിന്റെ ഓരോ പ്രവർത്തനവും, ഓരോ പ്രേക്ഷിത പ്രവർത്തനവും അതൊന്നും മോഹിച്ചല്ല. സ്വർഗം പോലും മോഹിക്കാതെ, ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, തൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, ക്രൂശിതനായ അവനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം പ്രേക്ഷിത വേല ചെയ്യുന്ന ആ ഒരു ചൈതന്യം. മക്കളായ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി സ്വന്തം രക്തം ചിന്തി ജീവൻ നൽകിയ, ആ ജീവൻ ബലിയർപ്പിച്ച അവനോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒന്നും മോഹിച്ചല്ല, സ്വർഗം പോലും മോഹിക്കുന്നില്ല. ഞാൻ എന്റെ ക്രിസ്തുവിനോടുള്ള, എന്റെ വഴിയും സത്യവും ജീവനുമായ അവനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ വഴി തെറ്റിയാലും വീണ്ടും നേർവഴി കാണിച്ചു കൊടുക്കുന്ന അദൃശ്യകരവുമായി എന്റെ പിറകെ നടക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു നായെ പോലെ ഇരയെ കണ്ടാൽ ആ നിമിഷം ഇരയെ വിടാതെ ഇരയെ കിട്ടുന്നിടം വരെ പിറകെ നടക്കുന്ന ആ നായയെ പോലെ എന്റെ പിറകെ, ഞാൻ വഴി തെറ്റിയാലും എന്റെ പിറകെ നടന്ന് എന്നെ നേർവഴി കാണിച്ചു നടക്കുവാനായിട്ട് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന അവനോടുള്ള ആ സ്നേഹത്തെ പ്രതി എനിക്ക് യഥാർത്ഥ മിഷണറിയാകാൻ സാധിക്കുമോ? ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ഓരോ മിഷൻ പ്രവർത്തനവും, എൻ്റെ ഓരോ പ്രേക്ഷിത പ്രവർത്തനവും, എൻ്റെ ഓരോ പുണ്യപ്രവൃത്തിയും സ്നേഹപ്രവർത്തികളും ഞാൻ കുടുംബത്തിലും സമൂഹത്തിലും ചെയ്യുന്നതൊക്കെ എനിക്കൊന്നും നേടാനല്ല, സ്വർഗം പോലും ഞാൻ മോഹിച്ചുകൊണ്ടല്ല. അതെന്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, അവനോടുള്ള അഭേദ്യമായ ആ ബന്ധത്തെ പ്രതി എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഫ്രാൻസിസിന്റെ ആ പ്രേക്ഷിത ചൈതന്യം തന്നെ സ്വന്തമാക്കുകയാണ്. ഫ്രാൻസിസിന്റെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു മിഷൻ ചൈതന്യം, ഈ ഒരു പ്രേക്ഷിത ചൈതന്യം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം അവന്റെ യഥാർത്ഥ പ്രേക്ഷിതരാകുന്ന ആ ഒരു ജീവിത അവസ്ഥ സ്വന്തമാക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ ഫ്രാൻസിസിന്റെ മധ്യസ്ഥം നമുക്ക് തേടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് ഈ ഫ്രാൻസിസ് പുണ്യവാനിലൂടെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഇന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ
ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട പല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണ്ണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശയെ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാമ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവണവും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ കുരിശടയാളത്തോടുകൂടി വനമേഖലയിലാകുന്നതിനാകുമ്പോൾ നിന്റെ വലത്തുഭാഗത്ത് അണിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരെ, നിങ്ങൾ കൈപ്പിനെ തലവനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവീൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വത്രികവും സ്നേഹവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കെ നീട്ടണമേ. ദൃശ്യവും അദൃശ്യമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരും ഒന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവേ, കന്യകാമറിയത്തിന്റെയും നീതിമാന്യമാർ യൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടഞ്ചൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ
ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാനമിത്രാന്മാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിലും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തിലും വിശുദ്ധിയോടും കൂടെയും കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴിയും സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തുകയും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിനെയും സഹാക്കിന്റെയും യാക്കോബിനെയും ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഹോസാന ഹോസാന ഹോസാന. പരിശുദ്ധൻ പരിശുദ്ധൻ
പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ്, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ കർദിനാൾ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും മാർ തോമസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സഭാ സമൂഹത്തിനു വേണ്ടിയും
ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ ഏവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാധവികനികാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണിനവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്തരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ്
വിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരയോടെ സമീപിക്കാം. അനിതാവൃത്തങ്ങളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീടുകളാക്കുകയും ജ്വലിക്കുന്ന അതരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച് വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ഞങ്ങൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരും ഇന്നവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് വിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരായപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. അവിടുന്യമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രതിജനമായ വിധം വർത്തിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പിതാവായ ദൈവം നമ്മുടെ കർത്താവിശ്വം സിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് നിന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനുസരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിക്ഷകണത്തോട് പ്രകാരം അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തന്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സുത്തരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ
നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവർ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. സർവശക്തനായ ദൈവമേ. ഇന്നത്തെ നോവേനയുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കുന്നവർ മനു, ജിനു, ജൂദിത്ത് ഞാലിയിൽ, അന്ന സ്റ്റീഫൻ ചിറ്റേട്ടുകളം, മാലിനി പുട്ടം പ്ലാക്കൽ, സതി പുത്തേട്ട്. ഈ സഹോദരങ്ങളുടെ നിയോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരവും സമൂഹപരവും കുടുംബപരവുമായ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ സുഹൃത്തുക്കളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ നോവേന ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ലൗകികത്തിലേക്ക് വഴുതിവീണുകൊണ്ടിരിക്കുന്ന സഭാതരുവിന് നവചൈതന്യവും തീഷ്ണതയും പകർന്നു കൊടുക്കുവാൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഒരു ഉപകരണമായി തിരഞ്ഞെടുത്ത് അങ്ങയുടെ അനന്തകാരണത്തിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ യേശുവിനെ അനുഗമിച്ച് പഞ്ചശതധാരിയും രണ്ടാം ക്രിസ്തുവുമായി മാറിയ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഞങ്ങളുടെ ജീവിതവും ഒരു സജീവ ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യമനായ ദൈവമേ, വിദ്വേഷവും പകയും സ്വാർത്ഥതയും കൊണ്ട് കൊട്ടിയടയ്ക്കപ്പെട്ട് ഹൃദയങ്ങളെ തുറക്കുവാൻ അങ്ങേ ദിവ്യ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുകയും ലോകത്തിന്റെ വശ്യതകളിലും മുഴുകാതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. സോദരരേ, സൃഷ്ടിജാലങ്ങളെ മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ. സോദരരേ, സഹോദര അഗ്നിയെ പാടിടുവിൻ. ജലധികൾ നദികളും ചേർന്നിടുവിൻ. സഹോദര അഗ്നിയെ പാടിടുവിൻ. ജലധികൾ നദികളും ചേർന്നിടുവിൻ. ശൈത്യവും ഉഷ്ണവും ഋതുക്കളുമെല്ലാം മഹിത മഹേശനെ വാഴ്ത്തിടുവിൻ. ശൈത്യവും ഉഷ്ണവും ഋതുക്കളുമെല്ലാം മഹിത മഹേശനെ വാഴ്ത്തിടുവിൻ. സോദരരേ, സൃഷ്ടിജാലങ്ങളെ മഹേശ്വരനെ വാഴ്ത്തിപ്പാടിയിടുവിൻ. സോദരരേ, നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആത്മീയാന്ധകാരം നിറഞ്ഞ ലോകത്തെ സുവിശേഷ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിനെ നിയോഗിച്ച കർത്താവേ, ഈ വിശുദ്ധനെ പോലെ ജീവിക്കുന്ന സുവിശേഷങ്ങളാകുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൂശിതനായ മിശിഹായോടുള്ള ഭക്തിയാൽ കത്തിജ്വലിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ നൽകി അനുഗ്രഹിച്ച കർത്താവേ, ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും അങ്ങയുടെ കുരിശിന്റെ ചൈതന്യത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ തിരുമുറിവുകൾ കൊണ്ട് ധന്യമാക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളെ അനുഗ്രഹിച്ച കർത്താവേ, ജീവിതത്തിൽ അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ എല്ലാ നഷ്ടങ്ങളെയും മുറിവുകളെയും നന്ദിപൂർവ്വം സ്വീകരിക്കുവാനും അതൊരുക്കുന്ന ആളുകളെ ഹൃദയപൂർവ്വം അനുഗ്രഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രപഞ്ചത്തിൽ എന്തിലും എവിടെയും സൃഷ്ടാവിന്റെ കരസ്പർശം കാണുവാൻ വിശുദ്ധ ഫ്രാൻസിസിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ജീവിത സാഹചര്യങ്ങളിലും ദൈവപരിപാലനയും മഹത്വവും കാണുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാസ്നേഹിയായ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃക അനുകരിച്ച് നമ്മുടെ സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയോടും അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയോടും ആത്മീയ ശുശ്രൂഷ നടത്തുന്നവരോടും സ്നേഹവും ബഹുമാനവും വിധേയത്വവും പാലിക്കുവാനും സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനും തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ സമാധാന ദൂതനായി വിശുദ്ധ ഫ്രാൻസിസിനെ ലോകത്തിൽ അയച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സന്തോഷവും സമാധാനവും സ്നേഹവും മറ്റുള്ളവർക്ക് പകരാൻ ശക്തിപ്പെടുത്തി അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥതയിൽ ഒരു നിമിഷം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. ക്രിസ്തുവിൻ വധുവാം തിരുസഭയെ വീണ്ടെടുത്തൊരു ഫ്രാൻസിസേ, സഭയുടെ ധീരന നേതാവേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാരിദ്ര്യം തന്മണവാട്ടി ദരിദ്രർ തന്നുടെ സ്നേഹിതരായി ഭിക്ഷാടകനാം ഫ്രാൻസിസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സർവ്വസൃഷ്ടികളിലും ദൈവമഹത്വം ദർശിക്കുവാനും ദൈവസ്തുതി ഗീതങ്ങൾ ഉയർത്തുവാനും വിശ്വ സാഹോദര്യത്തിന്റെ പ്രവാചകനായി മാറുവാനും അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ അങ്ങ് ഉപകരണമാക്കിയല്ലോ. യേശുവിന്റെ നാമത്തിലേവരെയും സ്വീകരിക്കുന്നതിനും ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവായ ദൈവമേ, സുവിശേഷാത്മക ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ഞങ്ങളേവരും ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി വർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ ഫ്രാൻസിസിന്റെ ആശീർവാദം. ദിവ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യനാഥൻ അവിടുത്തെ മുഖം നിങ്ങൾക്ക് കാണിച്ചു തരികയും കൃപാലുവായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ മുഖം നിങ്ങളുടെ നേരെ തിരിക്കുകയും
നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങേ സമാധാനദൂതനായി നാഥ കനിവോടെന്നെ അയക്കേണമേ. അങ്ങേ സ്നേഹസുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ വളർന്നിടട്ടെ. വിദ്വേഷത്തിൽ സ്നേഹം വിതയ്ക്കാനും തിന്മ ചെയ്യോർക്കെല്ലാം മാപ്പു നൽകിയിടാനും സംശയഗ്രസ്തരെ നേരെ നയിക്കാനും ദൂതുമായി എന്നെ അയക്കേണമേ. ദൂതുമായി എന്നെ അയക്കേണമേ. അങ്ങേ സമാധാനദൂതനായി നാഥ കനിവോടെന്നെ അയക്കേണമേ. അങ്ങേ സ്നേഹ സുധാരസമൊഴുകും ഒരു കൊച്ചു ചാലായി ഞാൻ